ഹസ്ബൻഡ് ജോസിബി. ഞാൻ ഇവിടെ എത്തിച്ചതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു ചെറിയ പോഡ്കാസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഓർത്തു ഞങ്ങൾ രണ്ടുപേരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലും, പിന്നെ നമ്മൾ കുറെ മാരേജ് ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നതും, പിന്നെ അതിനകത്ത് വരുന്ന കുറെ പ്രശ്നങ്ങളും അതും ഇതൊക്കെ നമ്മൾ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അങ്ങനെ വെച്ചുകൊണ്ട് ഇച്ചിരി എപ്പിസോഡ്സ് പോലെ ഇടാം എന്ന് വെച്ചുകൊണ്ട് ഇരിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടെ ഇത് എത്ര ഹിറ്റാവും, പക്ഷെ എന്നാലും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ആദ്യത്തെ ഒരു എന്താ പറയാ എപ്പിസോഡ് പോലെ ആയതുകൊണ്ട് ഞാൻ ഓർത്തു ആദ്യം ഞങ്ങൾ ഇച്ചിരി ഇങ്ങനെ ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ രണ്ടുപേരെയും ആർക്കും പേഴ്സണലി അറിയത്തില്ലായിരിക്കും. അപ്പം അല്ല, അറിയാവുന്നവർ കുറെ പേരുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളുടെ ലവ് ലൈഫ്, ഞങ്ങൾ എങ്ങനെ കണ്ടുമുട്ടി, അങ്ങനെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇച്ചിരി ഡീപ്പ് ഇൻ ടോപ്പിക്സിൽ പോയി സംസാരിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത്. അപ്പൊ ഇതെല്ലാം ഒറ്റ എപ്പിസോഡിലാവത്തില്ല. അപ്പൊ ഞങ്ങൾ പല പല ദിവസങ്ങളിലായിട്ട് പല പല ടോപ്പിക്സിൽ ഇങ്ങനെ സംസാരിക്കാമെന്ന് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ടറി, ഒരു വലിയ ടോപ്പിക് ഉണ്ടെങ്കിൽ അതിങ്ങനെ മോളിൽ നിന്ന് നമ്മൾ ബേസിക് പോയിന്റ്സ് മാത്രം എടുത്തിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ജോസ് സിബി ടിനീസ് അറിയാം. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 4 വർഷം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് വി മീറ്റ് ആൻഡ് വാട്ട് വർ അവർ ഫസ്റ്റ് ഇംപ്രഷൻസ് ഓഫ് ഈച്ച് അതർ? നമ്മൾ എങ്ങനെ കണ്ടുമുട്ടി ഫസ്റ്റ് ടൈം, പിന്നെ എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും? ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഞങ്ങളുടെ ഹൈസ്കൂളിൽ വെച്ചാണ്. സീക്രട്ട് ഹാർട്ട് പബ്ലിക് സ്കൂൾ, ചങ്ങനാശ്ശേരി. ഞാൻ 11th and 12th ചെയ്യാൻ വേണ്ടി എന്റെ പേരൻസ് എന്നെ അബുദാബിന്ന് പറഞ്ഞു വിട്ടു, ഇറക്കി വിട്ടു. അതുപോലെ തന്നെ ടിമ്മിയുടെ പേരൻസും ടിമ്മിനെ സിൽവാസിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ ഇറക്കി വിട്ട സമയത്താണ് ഞങ്ങൾ നമ്മളോട് കണ്ടുമുട്ടുന്നത്. അതെ, ഞങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ, നാട്ടിലൊക്കെ ഹയർ സെക്കൻഡറി എന്നാ പറയുന്നത്. നാട്ടിലല്ലോ. അപ്പം ഹൈസ്കൂളിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. അപ്പം തന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? പ്രത്യേകിച്ച് ഒരു ഇംപ്രഷൻ ഒന്നുമില്ലായിരുന്നു. എനിക്ക് എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, ജോസ് അബുദാബിന്ന് വന്നോണ്ട് ജോസിന്റെ മലയാളം ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ ഒത്തിരി ഭേദമായി. നേരത്തെ ജോസിന്റെ മലയാളം ഇങ്ങനെയായിരുന്നു. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ജോസിനോട് സംസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവൻ എന്തെങ്കിലും പറയുമ്പോ ഞങ്ങൾ ഓർക്കും, അറബിയാന്ന് തോന്നുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല, നമുക്ക് ഇവിടുന്ന് പോവാം എന്ന് വെച്ചോണ്ട് ഞങ്ങൾ ഇവനോട് കൂടുതലൊന്നും സംസാരിക്കാൻ പോകത്തില്ലായിരുന്നു. ഇവന്റെ ഭയങ്കര സ്പീഡാ സംസാരിക്കുന്നതിൽ. ഇപ്പോഴും പ്രത്യേകിച്ച് ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ല. അതെ, പക്ഷെ ഇല്ല, പണ്ടത്തേലും ഒത്തിരി ഭേദമായിട്ടുണ്ട്. സോ അതായിരുന്നു എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ജോസിന്റെ. ജോസിന് പ്രത്യേകിച്ച് ഇംപ്രഷൻ ഒന്നും ഇല്ലായിരുന്നു. ജോസ് എന്നെ മൈൻഡ് ചെയ്യാനേ പോയിട്ടില്ലെന്ന് തോന്നുന്നു ക്ലാസ് സ്കൂളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൂ മേഡ് ദ ഫസ്റ്റ് മൂവ് ആൻഡ് ഹൗ? എന്നുവെച്ചാൽ ആദ്യം ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് എന്ന് പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത്? അത് അല്ല ആദ്യം പറ, നമ്മുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? ഞങ്ങളുടെ അറേഞ്ച് മാരേജ്. സത്യം പറയടാ, ഞങ്ങൾ ഭയങ്കര ഒരു അറേഞ്ച്മെന്റില് ലവ് മാരേജ് ചെയ്തു. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. എന്നിട്ട് പേരൻസിനോട് പറഞ്ഞു, എന്നിട്ട് അവര് അറേഞ്ച് ചെയ്തു. വേണമെങ്കിൽ അങ്ങനെ പറയാം. അതെ, പക്ഷേ ഹൂ മേഡ് ദ ഫസ്റ്റ് മൂവ്? ഹൂ മേഡ് ദ ഫസ്റ്റ് മൂവ് എന്ന് പറയണെങ്കിൽ, ഞങ്ങളുടെ ലോങ്സ്റ്റ് ടൈം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൺലൈനിലായിരുന്നു. ഓൺലൈൻ എന്ന് പറയുമ്പോൾ ക്രിസ്മസിന്റെ ടിമ്മി നാട്ടിലും ഞാൻ ദുബായിലുമായിരുന്നു. അപ്പം ഫോർ ക്ലാരിറ്റി, ഞങ്ങൾ സ്കൂളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ റീകണക്ട് ആയത് 2016-2017 ആ സമയത്ത് ഞാൻ ദുബായിലേക്ക് പോയി എൻ്റെ ഫസ്റ്റ് ജോബ് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ റീകണക്ട് ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഫസ്റ്റ് മൂവ് എന്ന് പറയാൻ വേണ്ടി, യെസ്, ആക്ച്വലി ഫസ്റ്റ് മൂവ് ഉണ്ട്. ആ സമയത്ത് മറ്റേ ആ പടത്തിന്റെ പേരെന്തായിരുന്നു? വാണി കപൂറിന്റെയും അയ്യോ, ആ പടത്തിന്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. രൺവീർ സിംഗും വാണി കപൂറും അവര് പാരീസിൽ എന്തോ. അപ്പൊ ആ പടം ആ സമയത്ത് ഞാൻ അബുദാബിയിൽ ഇരുന്ന് കാണുമായിരുന്നു. അപ്പൊ ഞാൻ ടിമിയോട്, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ടിമിയോട് പറഞ്ഞു, ഞാൻ ഈ പടം കാണുമെന്ന് പറഞ്ഞു. അപ്പൊ ടിമി പറഞ്ഞു, എനിക്ക് ആ പടം ഇഷ്ടമാണ്, എനിക്ക് ആ പടത്തിലെ പാട്ട് ഇഷ്ടമാണ് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ഇഷ്ടമായി തുടങ്ങിയായിരുന്നു. ബട്ട് ആരും ഒഫീഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല, സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊരു ഫ്രഞ്ച് മൂവി അല്ലായിരുന്നോ? അപ്പൊ ഞാൻ അവിടെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഐ ലവ് യു പറഞ്ഞേക്കാന്ന്. അപ്പൊ ഞാൻ
9th-ലും 10th-ലും ഫ്രഞ്ച് പഠിച്ചായിരുന്നു. അപ്പം ആകെ അറിയുന്ന ഇത് 2 വാക്കുകളേ ഉള്ളൂ, എടാ, ഐ ലവ് യു, ജത്തേൻ. അപ്പൊ ഞാൻ അപ്പൊ ടെക്സ്റ്റ് ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ ടീമേറ്റ് പറഞ്ഞു ജത്തേൻ എന്ന് പറഞ്ഞു. അത് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായില്ല. ഞാനത് അവൻ എന്താ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്ന് വെച്ചോണ്ട് ഞാനത് ഇഗ്നോർ ചെയ്യും. എനിക്കറിയാം ഫ്രഞ്ച് എന്താന്ന്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ആഫ്റ്റർ 2 business days ആണ്. 2 ദിവസം കഴിഞ്ഞിട്ടാ ഞാൻ ഇവൻ എന്നാലും എന്താണ് എന്നോട് അന്ന് പറഞ്ഞത് എന്ന് വെച്ചോണ്ട് ഞാൻ പിന്നെയും പോയി മുകളിൽ പോയി തപ്പുവാ എന്തായിരുന്നു എന്ത് തപ്പിയിട്ട് ഞാനത് കൺവേർട്ട് ചെയ്തിട്ടാണ് മനസ്സിലായോ ഇവൻ എന്നോട് ഐ ലവ് യു എന്നാ പറഞ്ഞതെന്ന്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാ നീ അന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ, അപ്പഴത്തേക്കും മറന്നു. സോ ഹി മേഡ് ദ ഫസ്റ്റ് മൂവ്, ഇത് ഒഫീഷ്യൽ. എങ്ങനെ എല്ലായിടത്തും താൻ എന്നോട് പറയും ഞാനാന്ന് വെച്ചോണ്ട് ഇതിപ്പോ താൻ തന്നെ പറഞ്ഞല്ലോ. And how? Okay, അത് പറഞ്ഞു. What's one thing about each other that instantly caught our attention? എന്താണ് ഒരു കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും ആദ്യം ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ നോട്ട് ചെയ്തത്? അതന്നെ, സ്കൂളിലോ അതോ നമ്മൾ സ്നേഹിച്ചോളൂ. സ്കൂളിൽ ഞങ്ങൾ ആക്ച്വലി കൂടുതലൊന്നും നോട്ട് ചെയ്യാൻ പോയിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ ജീവിതമായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഞങ്ങൾ വി വർ ലൈക്ക് ഗുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. ഞാനൊന്ന് ആദ്യം പറയാം, എന്നിട്ട് താൻ ആലോചിക്കും ആ സമയത്ത്. അപ്പൊ എനിക്ക് ജോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹീസ് എ ഗുഡ് ലിസണർ. ഇവൻ ഞാൻ പറയുന്ന എല്ലാം കാര്യം ഒരാൾ നമുക്ക് ഇങ്ങനെ കേൾക്കാനായിട്ട് വേണ്ടി ഒരാളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കാനും പിന്നെ അത് മനസ്സിലാക്കാനായിട്ട് വേണ്ടി ഒരാളുണ്ടെങ്കിൽ നമുക്ക് കുറെ ഇങ്ങനെ ഒരു നമ്മളുടെ ഉള്ളിലത്തെ എല്ലാം കാര്യം സംസാരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അല്ല, പക്ഷെ അത് ഇപ്പോഴും അങ്ങനെയാണ്. ഞാൻ കട്ട് ചെയ്യത്തില്ല, ഞാൻ തന്റെ സ്വഭാവം എല്ലാവരും അറിയണം. അതിപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഞാനിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ കാര്യം ഇപ്പം ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് എന്തെങ്കിലും അത് ഭയങ്കര ചുരുക്കമാണ്. പക്ഷെ അതങ്ങനെ വല്ലതും പറയാനിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാം ഇരുന്ന് കേൾക്കും. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ എന്തിനങ്ങനെ ചിന്തിക്കുന്നത് അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനായ ഒരു ഉത്തരം എനിക്ക് തരും. That was the first thing I noticed. അങ്ങനെ പറയുവാണെങ്കിൽ എനിക്ക് പറയാലോ, ബിക്കോസ് താൻ നോട്ടീസ് ഫസ്റ്റ് തിങ് അല്ല, അത് ഗ്രാജുവലി ആയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഉത്തരവും കറക്റ്റ് ആണ്. തന്റെ കൈൻഡ്നെസ്, തന്റെ ഓണസ്റ്റി, അങ്ങനത്തെ കാര്യങ്ങൾ, തന്റെ ഫോർഗിവ്നെസ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഫ്യൂച്ചറിൽ നെവർ ഫോർഗിവ് യു. അവസരങ്ങൾ വരും. Okay, so next question. What was our first date like? And was it a disaster or magical? ഫസ്റ്റ് ഡേറ്റോ? അത് ബ്രേക്കപ്പ് ചാനലുള്ള ഡേറ്റ് ആയിരുന്നു. ഭയങ്കര മാജിക്കൽ ആയിരുന്നു. അത് ഞങ്ങളുടെ പേരൻസ് ഞങ്ങൾ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞു നിങ്ങളൊരു ഫൈനൽ ഡേറ്റിന് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ആദ്യമൊക്കെ നമ്മളുടെ പേരൻസിന് 2 സ്ഥലത്തും എങ്ങനെ എൻ്റെ ഏജ് കല്യാണപ്രായം കഴിഞ്ഞായിരുന്നു ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് എൻ്റെ പേരൻസിന് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു. ജോസ് പക്ഷെ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായമല്ലേ, അപ്പം ജോസ് ആ സമയത്ത് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് വേണ്ടി മിലാനിൽ പോകാനായിട്ട് വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പം ജോസിന്റെ ആ ഒരു ആഗ്രഹം കഴിഞ്ഞിട്ടായിരുന്നു ജോസിന് കല്യാണം കഴിക്കുന്നത്. ഫെയർ ഇനഫ്. അപ്പം അതിനു വേണ്ടി ജോസിന്റെ പേരൻസും ഇപ്പൊ കല്യാണം കഴിപ്പിക്കണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അപ്പൊ അതും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളെ ബ്രേക്കപ്പ് ചെയ്യിപ്പിക്കാനായിട്ട് വേണ്ടിയുള്ള ഡേറ്റ് ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ്. Did you ever had a will this relationship even work moment? കഴിഞ്ഞ ആഴ്ച എല്ലാ ആഴ്ച ഉണ്ട്. ആ മൊമെന്റ് വരുമ്പോ ഞാൻ ജിമ്മിൽ പോകും, വർക്ക്ഔട്ട് ചെയ്യാൻ തിരിച്ചു വരും, PSI കളിക്കും. അങ്ങനെ നേരത്തെ പറഞ്ഞ ലഞ്ച് ടൈം തന്നെ. ബിക്കോസ് അപ്പൊ ലഞ്ച് കഴിഞ്ഞപ്പം ടീമിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ടീമിയുടെ ചേട്ടൻ ടിമോ ചേട്ടൻ ജീപ്പിൽ വന്നു. അപ്പുറത്തും ഇപ്പുറത്തും 2 ഗുണ്ടകളെ പോലെ ടീമിന്റെ 2 കസിൻസും ഉണ്ടായിരുന്നു. എന്നിട്ട് റോഡ് വെറുതെ കേട്ടോ ഭാവം. ജോസിന് എനിക്കൊന്ന് എന്റെ ഫാമിലിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആൾ എന്റെ ചേട്ടനാണ്. ശരി, അടുത്ത റൗണ്ട് എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് അബൌട്ട് എക്സസ്.
Do you want to proceed or don't want to talk മുട്ടയാണോ? about? മുട്ടയാണോ? Eggs അല്ല, eggs. ചോദ്യം ഞാൻ പറയാം. അത് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞത്. ജോസിന് നിർബന്ധമൊന്നുമില്ല. പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്ത് നിൽക്കും. How much did we know about each other's ex before dating? അത് ഫുൾ ഹിസ്റ്ററി അറിയാം. തനിക്ക് എന്റെ ഫുൾ ഹിസ്റ്ററി അറിയായിരുന്നു. എനിക്ക് തന്റെ ഫുൾ ഹിസ്റ്ററി അറിയാം. ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. എല്ലാവരും ഭയങ്കര പുണ്യാളനാണ്. പക്ഷെ അപ്പൊ ഞങ്ങൾ രണ്ടുപേർക്കും ആക്ച്വലി ഞങ്ങളുടെ എക്സസ് ഞങ്ങൾ എത്ര പേര് ഡേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഹിസ്റ്ററി നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിന് മുമ്പോട്ടേ എല്ലാം അറിയാവുന്നതാണ്. Who had the more complicated dating history? I agree. It's a simple question, sir. If your ex saw us together today, what do you think they would say? Shit, miss chance, man. ആ കൊച്ചിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും ഓർക്കുന്നത്? അവര് പൊതുവെ ഹാപ്പി ആയിരിക്കും. എല്ലാരും മീൻസ് ഗ്രാജുവലി മൂവ് ഓൺ ചെയ്യുമല്ലോ. അത്രയും എന്താ പറഞ്ഞ ഓർത്തിരിക്കാനോ അത്രയും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും അല്ലായിരുന്നു നേരത്തെ റിലേഷൻഷിപ്സ്. ടു ബി ഓണസ്റ്റ് എല്ലാം സ്കൂളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നടന്ന കാര്യങ്ങളായിരുന്നു. അവർ അവരുടെ ലൈഫിൽ ഹാപ്പിയാണ്, നമ്മൾ നമ്മുടെ ലൈഫിൽ ഹാപ്പിയാണ്. എക്സാക്ട്ലി സെയിം എനിക്കും തോന്നുന്നു നമ്മളുടെ ഇത് കണ്ടിട്ട് എല്ലാവരും ഹാപ്പി തന്നെ ആയിരിക്കും. അവരവരുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്തു. എക്സാക്ട്ലി നമ്മളും എന്റെ കാര്യത്തിൽ എല്ലാവരും എൻ്റെ കൂടെ ബ്രേക്കപ്പ് ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്കൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ, ഞാനും എൻ്റെ എക്സസിന്റെ ലൈഫിന് വേണ്ടി ഭയങ്കര ഹാപ്പിയാണ്. ഐ ജസ്റ്റ് വിഷ് ദെം ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What's one thing your past relationship taught you before meeting me? എന്നെ കാണുന്നതിന് മുമ്പ് ജോസിന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായ എന്തെങ്കിലും സംഭവം എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്? റിലേഷൻഷിപ്പിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലും? ചാടി കയറി ഇൻഫാച്യുവേഷൻ ലവ് ആണ് അസ്യൂം ചെയ്യല്ല. ബിക്കോസ് യു ക്യാൻ ബി ഇൻഫാച്യുവേറ്റഡ് ഡ്യൂ ടു വേരിയസ് റീസൺസ്. ഫിസിക്കൽ റീസൺസ്, ഹോബീസ്, similarities and pala karyangal. But love is an accumulation of many different things and it takes time. Obviously love at first sight ennu kore pere parayunnundaയിരിക്കും, avരുടെ ലൈഫിൽ അത് നടക്കുന്നുണ്ടായിരിക്കും. ബട്ട് എൻ്റെ പെർസ്പെക്റ്റീവിൽ ലവ് ആക്ച്വലി ടേക്സ് ടൈം. അപ്പം ഇൻഫാച്യുവേഷൻ അതൊരു സ്റ്റാർട്ടിംഗ് പ്രോസസ് ആയിരിക്കും. ബട്ട് ഡോണ്ട് ബിലീവ് ദാറ്റ്സ് ലവ്. ലൈക്ക് ഞാൻ ഇപ്പം ആ ചെറുക്കനെ കണ്ടു അല്ലെങ്കിൽ ഇപ്പോഴാ പെണ്ണിനെ കണ്ടു, I'm 100% sure that I will be with him or her for the rest of my life. അങ്ങനെ പറയുന്നത് എൻ്റെ പെർസ്പെക്റ്റീവിൽ മണ്ടത്തരമാണ്. Because you have to factor in a lot of elements അതിൽ. Exactly, I agree. എൻ്റെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും build your trust first before getting into any relationship. നമ്മൾ ഒരാളെ വെറുതെ കണ്ടടിച്ച് ഇഷ്ടപ്പെട്ടാൽ പോലെ നമ്മൾ ആക്ച്വലി ആ ആളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം, അറിയണം. സോ എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും, ഡേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കല്യാണ ആലോചന വരുമ്പോൾ അപ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരുടെ സിബ്ലിങ്സുമായിട്ട് എങ്ങനെയാണ് ഉള്ളത്, ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, പിന്നെ അതുപോലെ അവരുടെ ഫാമിലിയിൽ തന്നെ അവരുടെ അമ്മയും അച്ഛനെ എങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ആളുടെ പേഴ്സണാലിറ്റി ശരിക്കും മനസ്സിലാവും. ഇവരുടെ ഫാമിലിയായിട്ട് തന്നെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചുകൊണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ ജോസുമായിട്ട് ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്ത ഒരു കാര്യം അതായിരുന്നു, വിച്ച് വർക്ക്ഡ് ഫോർ മീ ആൻഡ് ഐ വുഡ് സജസ്റ്റ് ദ സെയിം ഫോർ യു. ഇനി ഇച്ചിരി സ്വീറ്റ് ക്യൂട്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, when did you realize you wanted to marry me? പക്ഷെ ഇതിനുള്ള ഉത്തരം എനിക്ക് പറയാൻ പറ്റും നമുക്ക് രണ്ടുപേർക്കും വേണ്ടി. ഞങ്ങൾ രണ്ടുപേർക്കും ഇങ്ങനെ ഇതായത് ഒരു സിറ്റുവേഷൻ അങ്ങനെയൊന്നും ഇല്ല, ടു ബി ഓണസ്റ്റ്. നമ്മളുടെ ഭയങ്കര ഓർഗാനിക് റിലേഷൻഷിപ്പ് ആയിരുന്നു. എന്തിനാ നമ്മൾ രണ്ടുപേരും
ഒരു റിലേഷൻഷിപ്പ്, ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇച്ചിരി ഡിപ്രസ്ഡും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞങ്ങൾ പിന്നെ സംസാരിച്ച് തുടങ്ങിയത്. അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നല്ലോ. ഓക്കെ, അങ്ങനെ ആവാം. എന്നാൽ എനിക്ക് കൂടുതൽ ഫ്രണ്ട്സ് ആ സമയത്ത് ഇല്ലായിരുന്നു. ഞാൻ മൂവ് ഓൺ ആയിരുന്നു ആ സമയത്ത്. ഓക്കെ, ഞാൻ ഓൾറെഡി മൂവ് ഓൺ ആയിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു അടുത്ത റിലേഷൻഷിപ്പിൽ ഞാൻ ചാടി കയറത്തില്ലെന്ന് ഐ ഹാഡ് പ്രോമിസ് മൈസെൽഫ്. അതാണ് എന്റെ ഫേസ്. ഓക്കെ ഓക്കെ. പക്ഷെ എനിക്ക് എന്റെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് ബ്രേക്കപ്പ് കഴിഞ്ഞ് കുറെ പ്രശ്നങ്ങളും അതും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത്, സോ എനിക്ക് അതിൽ നിന്ന് ഞാൻ റിക്കവർ ആയിട്ടേ ഇല്ലായിരുന്നു. ഞാൻ ആ ഒരു പ്രോസസ്സിൽ, ഒരു ഹീലിംഗ് പ്രോസസ്സിന്റെ സ്റ്റാർട്ട് ആയതേ ഉള്ളായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഇങ്ങനെ ഡിപ്രഷൻ, ജോബ് ഇല്ല, പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ലൈഫില്, അതായത് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ മാർക്സ് ആയിരുന്നു എന്റെ ലൈഫിൽ. അപ്പം ഞാൻ ഭയങ്കര ഇങ്ങനെ അങ്ങനത്തെ ഒരു സമയത്തായിരുന്നു ഞാൻ ജോസിനോട്, എന്റെ പഴയ ഫ്രണ്ട്സുമായിട്ട് ഞാൻ റീകണക്ട് ആയതും. അങ്ങനെ ഒരു ജോസിന് നമ്പർ കിട്ടി, ജോസുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, ജോസിനോട് എല്ലാം കാര്യം പറയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഫ്രീ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്രയും വർഷം നമ്മൾ സംസാരിക്കാതെ ഇരുന്നുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് ഫീൽ ആയില്ല. നമ്മള് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സംസാരിച്ച് വന്നപ്പോഴത്തേക്കും. അപ്പൊ ഞാൻ എല്ലാ കാര്യം ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇവനിങ്ങനെ കേട്ടോണ്ടിരുന്നു. അപ്പൊ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ആക്ച്വലി നമ്മൾ കല്യാണം കഴിക്കണം എന്നുള്ള നമുക്ക് ഇങ്ങനെ ഈ ഒരു സമയത്ത് എന്ന് തോന്നിയിട്ടില്ല. എന്നാലും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ഭയങ്കര ഓർഗാനിക് ആയിട്ട് ഇങ്ങനെ ഗ്രോ ആയ ഒരു റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഫ്രണ്ട്ലി വേയിൽ നമ്മൾ സംസാരിച്ച് എനിക്കിങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് തോന്നി. ജോസ് ഭയങ്കര നല്ല പോലെ എന്നെ നോക്കുന്നതും എന്നോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ശരിയായിട്ട് തോന്നി. അത് തോന്നാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ എന്റെ എക്സ് റിലേഷൻഷിപ്പിൽ എനിക്കറിയാം ഇനി ഞാൻ എന്നാണ് ശരി ചെയ്യേണ്ടതെന്ന്. ഇത്രയും തെറ്റുകൾ ചെയ്ത് ഇനി എന്താ ശരി ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അപ്പോഴത്തേക്കും. അപ്പം ജോസായിട്ട് സംസാരിച്ചപ്പോ എനിക്ക് എല്ലാം ഫുള്ളി ഗ്രീൻ ഫ്ലാഗ് പോലെയാണ്, ഒരു റെഡ് ഫ്ലാഗും കിട്ടുന്നില്ല. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. എന്തിനാ എനിക്കും പേടിയായിരുന്നു, ജോസിന് പ്രോമിസ് കൊടുത്തിരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും കമ്മിറ്റ് ചെയ്യത്തില്ലെന്ന്. അത് കുറെ മാസങ്ങൾ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ജോസ് പോയി ഒരു ദിവസം വന്ന് എന്നെ പ്രപ്പോസ് ചെയ്തതും. പിന്നെ അതിന്റെ പ്രപ്പോസ് അല്ല, ചുമ്മാ എന്നോട് പറഞ്ഞു ആ മറ്റേ ഫ്രണ്ട്സിൽ ഐ ലവ് യു എന്ന് പറഞ്ഞു. എന്നെ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും പറയും എന്നെ എന്നതാ പ്രപ്പോസ് ചെയ്യാത്തത് വെച്ചാൽ. ജോസ് എന്നെ പ്രപ്പോസ് ചെയ്ത ഒരു കാര്യമുണ്ട്. അന്ന് നമ്മളെ ബ്രേക്കപ്പ് ചെയ്യാൻ പോയ സമയത്ത് അവിടുത്തെ വെള്ളം കുപ്പിയിട്ട ഒരു പ്ലാസ്റ്റിക് അടപ്പുണ്ട്. ആ അടപ്പ് എനിക്ക് ഇങ്ങനെ വിരലിൽ ഇട്ട് തന്നു. എന്റെ പറഞ്ഞു വലിയ മാരിങ് എന്ന് വെച്ചോണ്ട് എന്നിട്ട് ഞാൻ അടുപ്പിന്റെ ആ പ്ലാസ്റ്റിക് സാധനം എപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് അവന്റെ ഒഫീഷ്യൽ പ്രപ്പോസൽ ആക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടൊരു പ്രപ്പോസലെങ്കിലും ചെയ്യും നല്ലപോലെ. അത് തീർത്ത് നടന്നിട്ടില്ല. എനിവേസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട്സ് യുവർ ഫേവറേറ്റ് മെമ്മറി ഫ്രോം ആർ ഡേറ്റിംഗ് ഡേയ്സ്? അറിയാതെ ഞങ്ങൾ ഡേറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ ബ്രേക്കപ്പ് ചെയ്യിപ്പിച്ചല്ലോ നമ്മളെ ഫാമിലീസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 3-4 മാസം വരെ ബ്രേക്കപ്പ് ആയിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ബ്രേക്കപ്പ് ഒക്കെ മാറി പിന്നെ ഞങ്ങൾ പാച്ചപ്പ് ആയി. സംസാരിക്കാൻ തുടങ്ങാൻ കാര്യം ബിക്കോസ് ടിമ്മി അപ്പം പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതായത് യു ക്യാൻ ഗോ ഫോർ യുവർ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് മീൻസ് മാസ്റ്റേഴ്സ് കഴിയുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് ടിമ്മി മനസ്സാലെ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ റീകണക്ട് ആയത്. ഞാൻ എന്താ പറയാൻ വന്നേ? എനിക്കറിയോ, ഞാൻ മറന്നു പോകുന്നത് എനിക്ക് അറിഞ്ഞൂടെ. അപ്പം ജോസ് ആ സമയത്ത് അബുദാബിയിലുണ്ടായിരുന്നു. ജോസ് അബുദാബിന്ന് മിലാനില് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന സമയത്ത് ജോസ് എന്നെ കാണാൻ സിൽവാസിൽ വന്നായിരുന്നു. അത് എനിക്കൊന്നും ആർക്കും അറിയത്തില്ല നമ്മുടെ ഫാമിലിയിൽ. അപ്പം സിൽവാസിൽ ഒരു ദിവസത്തേക്ക് എങ്ങാണ്ട് വന്നല്ലേ, ഒരു ദിവസത്തേക്ക് വന്നു. അപ്പൊ അങ്ങനെ ജോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാ. എന്തിന് എന്റെ എല്ലാം ധൈര്യം എല്ലാം പോയിരിക്കുമായിരുന്നു ആ സമയം കൊണ്ട് ഡേറ്റ് ചെയ്യാനുള്ള.
അപ്പൊ ജോസ് വരുന്നെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിന്റെ ദൈവമേ ഇനിയിപ്പോ ഞാൻ എങ്ങനെ ഇവനെ പോയി കാണും അങ്ങനെ ഇങ്ങനെ വെച്ചപ്പോൾ ഞങ്ങളുടെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ വാ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാന്ന് വെച്ചോണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. അവിടുത്തെ ഫുഡൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ചെറിയ ബൈക്ക് റൈഡിന് പോയി ഇല്ലേ, സ്കൂട്ടിയില് സ്കൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ സ്കൂട്ടിയില് ഞങ്ങള് ഒരു ചെറിയ അവിടെ സിൽവാസയിൽ തന്നെ, എന്നിട്ട് ഞാൻ ഫുൾ ഇങ്ങനെ കവറൊക്കെ ചെയ്ത് മുഖമൊക്കെ മൂടി, ചില എന്റെ മുഖം കണ്ണ് മാത്രം കാണുന്ന രീതിയിലാണ് ഞാൻ സ്കൂട്ടിയിൽ അങ്ങനെ ഇരുന്നേ പറ്റും. എന്തിന്റെ സിൽവാസ എന്ന് വെച്ചാൽ ഒരു ചെറിയ സ്ഥലമാണ്. ആ സ്ഥലത്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, എല്ലാ മലയാളികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ഹിന്ദിക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പം ഇച്ചിരി ആൾക്കാരേ ഉള്ളു ആ സ്ഥലത്ത്. അപ്പം എന്റെ ഒപ്പമൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര പഴയ ആളാ ആ സ്ഥലത്തിലത്തെ. അപ്പം പണ്ട് മുതലേ ഉള്ള ആൾക്കാരെ എല്ലാം പരിചയമുണ്ട്. അപ്പൊ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ആരെങ്കിലും കണ്ടാ എന്റെ കാര്യം പോക്കാണ് പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ചുമ്മാ ഒരു റൗണ്ട് ഇങ്ങനെ 2-3 സ്ഥലത്ത് ഇങ്ങനെ പോയി റൗണ്ട് അടിച്ചിട്ട് പിന്നെ വന്നു എന്നെ ഇവൻ ഡ്രോപ്പ് ചെയ്തു വീടിന്റെ അവിടെ. അല്ല ഞാൻ സോറി ഇല്ല ഞാൻ ഇവനെ ജോസിനെ ഡ്രോപ്പ് ചെയ്തു, എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് വന്നു. അത്രേ ഉള്ളായിരുന്നു ഞങ്ങളുടെ മീറ്റിംഗ്. അതെന്റെ ജോസ് അടുത്ത ദിവസം പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പിന്നെ ആ ഹോട്ടലിൽ പോയി ഒരു എന്തോ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ട് ജോസ് അതുവഴി പോവായിരുന്നു. സോ അതായിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ് മെമ്മറി. ഈ വീഡിയോ ഇപ്പൊ അച്ഛനും അമ്മ പപ്പ മമ്മി കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കല്യാണം കഴിച്ച് കഴിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ അതുകൊണ്ട് ധൈര്യത്തോടെ പറയുന്നത്. അപ്പം അതായിരുന്നു ഞങ്ങളുടെ, എനിക്കത് ഇത്രയും നാളും അത് നമ്മൾ രണ്ടുപേർക്കും മാത്രമുള്ള ഒരു മെമ്മറി ആയിരുന്നു. ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് അവർ ഫേവറേറ്റ് മെമ്മറി. എന്തിനാരും അറിയാതെ നമ്മളൊരു മീറ്റപ്പ് നടത്തിയായിരുന്നു. Next question, what's one small thing I did while dating that made you fall for me more? മറ്റേ 2 years വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. 2 years ഇനി വെയിറ്റ് ചെയ്യാന്ന് ടിമ്മിയുടെ മനസ്സാലെ ടിമ്മി പറയുന്നതായിരുന്നു. Seal the deal. അത് സ്മോൾ തിങ് ഒന്നുമല്ല, അത് ബിഗ് തിങ്. സ്മാർട്ട്. അതുകൊണ്ട് തന്റെ ജീവിതം എത്ര അടിപൊളിയായാലേ എന്നെ കല്യാണം കഴിച്ചു. ചിരിച്ചോണ്ട് പറയടാ. If you had to give one piece of dating advice to people based on our relationship, what would it be? Never give up, never surrender. Dear cinematic dialogue. Based on our relationship, നമ്മൾ എന്ത് അഡ്വൈസ് കൊടുക്കുന്നു? Yes. അഡ്വൈസ് അല്ല, സജഷൻ ആണ്. സ്നേഹിക്കുക, ട്രൈ ചെയ്യുക, നടന്നില്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യാം. എന്റെ ദൈവമേ, ഞാൻ പറയുന്ന അഡ്വൈസ് എന്താന്ന് വെച്ചാ, കള്ളം പറയല്ലേ, ഓണസ്റ്റ് ആയിരിക്കണം എല്ലാ കാര്യത്തിലും. എന്ത് പറയാനാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ആളോട് നിങ്ങളെല്ലാം തുറന്ന് കള്ളം പറയാതെ സത്യമായിട്ട് തന്നെ എല്ലാ കാര്യം പറയണം. ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. എന്തിന് പിന്നീട് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നാൽ അത് വേറെ ഒരു ടാൻജന്റിൽ തന്നെ പോവാം റിലേഷൻഷിപ്പ്. അപ്പൊ ഒരു വട്ടം നമ്മൾ കള്ളം പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ റിലേഷൻഷിപ്പ് ശരിയാവത്തില്ല. അതുകൊണ്ട് നെവർ ലൈ. ശരിയാ, ഓണസ്റ്റി വേണം. ബിക്കോസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഡേറ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പം ചെറുക്കനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോട്ടീവ് കാണും. മീൻസ് മോട്ടീവ് നോട്ട് ഇൻ ദ ഈവിൾ വേ, ബട്ട് ചെറുക്കൻ ഓർക്കുമായിരിക്കും ഓക്കെ മേ ബി ഇറ്റ്സ് ലൈക്ക് എ 1 year തിങ്. ആ സമയത്ത് പെണ്ണ് ഓർക്കുമായിരിക്കും അല്ല മേ ബി ഇറ്റ്സ് ലൈക്ക് എ ലോങ് ടേം തിങ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അതിലൊരു ഓണസ്റ്റി വേണം. ഇപ്പം ചെറുക്കന് ഇപ്പം ഒരു ഷോർട്ട് ബന്ധമാണെങ്കിൽ ഹി ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. പെണ്ണിന് ആ സമയത്ത് കല്യാണം വേണമെങ്കിൽ he should also be very clear about it, because ചെറുക്കൻ ചിലപ്പം വേറെ പ്രയോറിറ്റീസ് കാണുമായിരിക്കും, ലൈക്ക് ഹിസ് കരിയർ. അതുപോലെ തന്നെ ഈ സെയിം സിറ്റുവേഷൻ നേരെ റിവേഴ്സ് ആവുമായിരിക്കും. പെണ്ണിന്റെ വീട്ടിൽ ഓൾറെഡി കല്യാണം ആലോചിക്കുന്നുണ്ട്. ഷീ നോസ് ഫോർ എ ഫാക്ട് ദാറ്റ് ഷീ വിൽ ബി മാരിഡ് ഓഫ് ബൈ ഹർ പാരന്റ്സ്. ആ ഒരു സിറ്റുവേഷനിൽ പെണ്ണും ഓണസ്റ്റ് ആയിരിക്കണം ചെറുക്കൻ്റെ അടുത്ത്. അറ്റ് ദി സെയിം ടൈം ഇഫ് ഷീസ് ഫോക്കസ്ഡ് ഓൺ ഹർ കരിയർ ആൻഡ് ഷീസ് ഫോക്കസ്ഡ് ഓൺ സ്റ്റഫ് ലൈക്ക് എനിക്ക് ഫ്യൂച്ചറിൽ കിഡ്സ് വേണ്ട, അങ്ങനത്തെ പല കാര്യങ്ങളിലും തന്നെ ഒരു ഓണസ്റ്റി ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ ലൈഫ് സ്മൂത്തായി കണ്ടിന്യൂ ചെയ്യാൻ പോകും. ഓണസ്റ്റിയും കമ്മ്യൂണിക്കേഷനും കറക്റ്റ് ആയിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇസ് വൈറ്റൽ. ഉള്ള കാര്യം എല്ലാം നമ്മൾ സംസാരിക്കണം. കല്യാണം കഴിക്കാൻ പോകണമെങ്കിൽ പ്രത്യേകിച്ചും
കല്യാണം കഴിക്കാൻ പോവാണെങ്കിൽ പ്രത്യേകിച്ചും ഇങ്ങനത്തെ കാര്യങ്ങൾ, കുട്ടികൾ ഉണ്ടാകണമെന്ന് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇൻലോസ് കൂടുതലാണോ താമസിക്കുന്നത്, ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് പോകുന്നത്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ഹൗസ് റെസ്പോൺസിബിലിറ്റീസ്, എങ്ങനെയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടോ. ഇപ്പോൾ വെറും സ്നേഹിച്ച് കറങ്ങിയടിച്ച് നടക്കുക മാത്രമല്ല, അതൊക്കെ കഴിഞ്ഞു പോകും. പക്ഷെ ഈ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഉത്തരം വേണ്ടത്. അപ്പൊ ആദ്യമേ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് സോർട്ടഡ്. ഒന്നുമല്ല, പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ ചെറിയ ബംസ് പോലെ ആയിരിക്കും, നമ്മളത് ഓവർകം ചെയ്യും. അപ്പം കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓണസ്റ്റി. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ഫേസിൽ നമുക്ക് അങ്ങോട്ടേ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഫസാഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. യു ആർ ഷോയിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് സോ ദാറ്റ് യു ആർ ഏബിൾ ടു അട്രാക്ട് ദി ഓപ്പോസിറ്റ് പേഴ്സൺ. അതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി നാച്ചുറൽ. ആരും അവരുടെ തെറ്റുകളോ അവരുടെ ചെയ്ത കാര്യങ്ങൾ ആദ്യം അവര് എക്സിബിറ്റ് ചെയ്യത്തില്ല. അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഓണസ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും ആ പീൽ ബൈ പീൽ അതിങ്ങനെ ഊരി വരും. എന്നിട്ട് നമ്മൾ അകത്തിരിക്കുന്ന ശരിക്കുള്ള മനുഷ്യനെ നമ്മൾ അറിയും. ആ മനുഷ്യനെയാണ് നമ്മൾ കെട്ടാൻ പോകുന്നതോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ കൂടെ നമ്മൾ കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കുന്നത് നമ്മൾ അപ്പോഴാണ് അറിയാൻ പോകുന്നത്. അതാണ് കമ്മ്യൂണിക്കേഷന്റെ വേറെ ഒരു പ്ലസ് പോയിന്റ്. ബിക്കോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും മറ്റേയാളുടെ ശരിക്കുമുള്ള ഇന്റൻഷൻസും ശരിക്കുമുള്ള ഇന്നർ ബീയിങ്ങിനെ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റും. #deep. ഇതിനാണ് നിന്നെ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് റൗണ്ട്, നമ്മുടെ ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇല്ല നിക്ക് ഇനി നമുക്കൊരു ചെറിയ റാപ്പിഡ് ഫയർ ആണ്. അങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ? വൺ തിങ് യു മിസ്. അല്ല, വൺ തിങ് യു മിസ് അബൌട്ട് ബീങ് സിംഗിൾ. സമാധാനം. ഇല്ല ഭയങ്കര സമാധാനം പ്രൊവൈഡറാ. വളരെ ശരിയാ. ടിമ്മി ഒരു മൂലയ്ക്ക് ഇരുന്നോളും, ഞാൻ എന്റെ മൂലയ്ക്ക് ഇരുന്ന് നമുക്ക് എപ്പോഴും ആ ഒരു സ്പേസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. മീൻസ് ആവശ്യമുള്ളപ്പോൾ. ദാറ്റ്സ് ഓൾസോ വെരി വൈറ്റൽ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിരിക്കണമെന്നില്ല. എനിക്ക് എന്റെ ഫീസ് കളിക്കണം, ടിമ്മിക്ക് നമ്മുടെ വ്ലോഗ് ചെയ്യണം. One thing you miss about being single. You don't miss anything. That means your singlehood was very boring. ഇല്ല, ബിക്കോസ് ഞാൻ സിംഗിൾ ആയിരുന്നപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മാരീഡ് ആയി കഴിഞ്ഞിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ ക്രെഡിറ്റ് ആർക്കാ പോണേ? ഒത്തിരി ഇങ്ങനെ പറഞ്ഞാലേ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ കിട്ടത്തുള്ളൂ. Next, who's more likely to get lost even with a Google Map? Who is the even with the Google Map പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ലോസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി. Who is the bigger drama queen, me or you? Who's more likely to start an argument and then forget why? എനിക്ക് ഫൈറ്റ് ചെയ്യണം. എന്തിനാ? എനിക്ക് ഷോർട്ട് ടേം മെമ്മറി ലോസ് ഉണ്ടെന്ന് തോന്നുന്നു. ഷോർട്ട് ടേം ലോങ് ഒന്നും പറയണ്ട, മെമ്മറി ലോസ്. ഞാൻ ജോസിനോട് വഴക്കിടാനുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ഫോണിൽ നോട്ട് പാഡിൽ എഴുതി വെക്കും. അറിയോ, ഞാൻ മറന്നു പോകുന്നു. പക്ഷെ ജോസിന് 3-4 വർഷം മുമ്പത്തെ കാര്യം വരെ ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോഴത്തെ എന്റെ പോയിന്റ്സ് തീരുമ്പോ ജോസ് വേറെ ഞാൻ ചെയ്തത്. അപ്പൊ വേറെ താൻ ചെയ്തത് ഞാനേക്കിട്ട് ഇങ്ങനെ വഴക്കിടല്ലേ എന്നോട് പ്ലീസ്. ഞാനായിരിക്കും അങ്ങോട്ട് വഴക്കിടാൻ പോകുന്നത്. പക്ഷെ ജോസ് പോയിന്റ് ആയിട്ട് വരുമ്പോ എന്റെ അടുത്ത് ഒന്നും കാണത്തില്ല കൗണ്ടർ ആയിട്ട് പറയാൻ വേണ്ടി. അപ്പൊ എന്റെ എപ്പോഴും മറവിയാണ്. അതുകൊണ്ട് ജോസിന് സമാധാനം. വഴക്കിടുമ്പോ ഞാൻ എല്ലാം മറന്നു പോകും എന്ത് കാര്യത്തിനാ വഴക്കിട്ടെന്ന് വെച്ചോ. എന്റെ ജീവിതം എത്ര സുന്ദരം. അങ്ങനെ നമുക്കൊരു ടാഗ് ലൈൻ ആക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ. Would you rather go on a date with me or get an extra hour of sleep? Date with you. എന്നാ പറയാൻ വന്നേ താൻ? എന്തോ എനിക്ക് ഉറക്കത്തിനോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല. 8 മണിക്ക് ഉറക്കം കിട്ടിയാ ഐ ആം വെരി ഹാപ്പി. ശരിയാ. എനിക്കാ പൊതുവെ ആക്ച്വലി എന്റെ മേളിലേക്ക് ഉറങ്ങിയാൽ ഞാൻ ഭയങ്കര ഗിൽറ്റിയാ. Who is more romantic?
ബിഫോർ കല്യാണം ഞാൻ, ആഫ്റ്റർ കല്യാണം ടെനി. സഹി ജവാബ്. 10 crore. What's the best and worst part about being married to me? ബെസ്റ്റ് പാർട്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ സ്നേഹിച്ച് കെട്ടിയ ഒരാളെയാണ്. വേസ്റ്റ് പാർട്ട്, രാവിലെ എഴുന്നേറ്റ് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ആള് കിടന്ന് കൂർക്കം വലിക്കുന്നതാണ്. അത്രയും നീ പറയണ്ട. ഏതായാലും ഇത്ര റിവീൽ ഇതും കൂടെ റിവീൽ ആയിരിക്കട്ടെ. Anyways, the last question. തീർന്നോ? Yes. If you had to describe me in 3 emojis, what would they be? ഇമോജീസോ? 3 emojisൽ എന്നെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അത്? ഹാർട്ട്. ഏത് കളർ ഹാർട്ട്? ഏത് കളർ ഹാർട്ട്? കുറെ ഹാർട്ട് ഉണ്ട്. ചോപ്പ്. റെഡ് ഹാർട്ട്. പിന്നെ അത് വേണ്ട. മറ്റേ ഈ നല്ലൊരു മീലിന്റെ ഒരു ഇമോജി ഉണ്ട്, ഹോട്ട് മീലിന്റെ. സൂപ്പിന്റെ. സൂപ്പൊന്നുമല്ല, എന്നാലും ടീം അടിപൊളി കുക്ക. എനിക്ക് ഫുഡ് ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടം, ഉണ്ടാക്കാനും ഇഷ്ടം. വലിയ ബ്ലെസ്സിംഗ്. ഞാനും ഭയങ്കര കുക്കൊക്കെ തന്നെ. എന്റെ തലയായിരിക്കും കുക്ക് ചെയ്യുന്നത്. ഫുഡ് കുക്ക് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഉണ്ട്. ബിരിയാണി ഉണ്ട്, അടിപൊളി ബിരിയാണി ജോസിന്റെ. ചിക്കൻ ചുക്ക മറക്കില്ല. ഈ ചിക്കൻ ചുക്ക എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ജോസ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ബിരിയാണി എനിക്ക് ഇഷ്ടമാണ്. ബട്ടർ ചിക്കൻ. പിന്നെ മറ്റേ ചിക്കൻ അൽഫ്രേഡോ, ആ 2 സാധനം മാത്രം ഞാൻ അഗ്രി ചെയ്തുള്ളൂ. So 1 heart, 1 noodle bowl. Good. പിന്നെ മൂന്നാമത്തെ മറ്റേ ആംബുലൻസ് ഇല്ലേ? ആംബുലൻസ്. പെർമനന്റ് ഇഞ്ചുറി കേസാണ്. ജോസ് എന്നോട് എപ്പോഴും പറയുന്നത്, നമ്മൾ നാട്ടിലോട്ട് പോവാണെങ്കിൽ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ ആംബുലൻസ് വിളിക്കാൻ വന്നാൽ മതി, എന്നിട്ട് ആ ഹോസ്പിറ്റലുകാർ തന്നെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ, എല്ലാം പാട്ടിലും പ്രശ്നമാണ്, തലോട്ട് കാല് വരെ പ്രശ്നമാണ്, എന്നിട്ട് നമ്മൾ തിരിച്ചു വരാറാകുമ്പോഴത്തെ ആംബുലൻസിനോട് പറഞ്ഞാൽ മതി കൊണ്ടുവിടാനായിട്ട് വേണ്ടി. 30 ദിവസം ആശുപത്രി കിടന്നു. വണ്ടി ഷോറൂമിൽ കൊടുക്കത്തില്ലേ? എന്താ പ്രശ്നം? ഫുൾ ബോഡി ട്രീറ്റ്മെന്റ്. അപ്പം ശരിയാ. ഞാനപ്പം 3 ഹാർട്ട്, ഫുഡ് ആൻഡ് ആംബുലൻസ്. തന്നെ പറ്റി ചെയ്യേണ്ടത് ഹാർട്ട്, വൈറ്റ് ഹാർട്ട്. യെസ്, ബിക്കോസ് എനിക്ക് തന്നെ ഭയങ്കര ക്ലീൻ, ഭയങ്കര പ്യോർ ലവ് ആണ് ജോസിന്. വൈറ്റ് ഹാർട്ട്. സ്വന്തം ചിരിക്കണോ? എന്നാണ് ചിരിക്കുന്നത് നീ? പിന്നെ താൻ എന്നെയല്ലേ സ്നേഹിക്കുന്നത്, അപ്പൊ എനിക്കല്ലേ മനസ്സിലാവുന്നത്. അപ്പൊ വൈറ്റ് ഹാർട്ട്. പിന്നെ മറ്റേ ഇങ്ങനെ മൈൻഡ് ബ്ലോൺ എന്ന് വെച്ചോണ്ടുള്ള സംഭവമല്ലേ, അത് ഞാൻ ഇച്ചിരി സാർക്കാസ്റ്റിക്കലി പറയുവാണ്. എന്തായാലും ഇവനെ കണ്ടിട്ട് മൈൻഡ് ബ്ലോൺ ആവുന്നതല്ല. എന്തെങ്കിലും ജോസ് ഓരോരോ കാര്യം വീട്ടിൽ ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ തല ഇങ്ങനെ പൊട്ടിത്തെറിക്കും. എന്റെ ദൈവമേ, ഈ സാധനം വഴി കാണിക്കുന്നത് എന്താണ്, അകത്തെങ്ങനെയാണെന്ന് വെച്ചോണ്ട് ഓരോരോ ദിവസം ഞാൻ ഡിസ്കവർ ചെയ്തോണ്ടിരിക്കുക പുതിയ സൈഡ് ജോസിന്. അപ്പൊ അത് മൈൻഡ് ബ്ലോൺ എപ്പോഴും, അത് ആക്ച്വലി എന്റെ ഒരു ഫേസ് ആണ്, അങ്ങനെ തന്നെ റിയാലിറ്റി എന്റെ വീട്ടില്. അപ്പൊ അതൊരെണ്ണം. പിന്നെ ഉള്ളത് ഈ മറ്റേ ഒരു ഫാമിലി മാൻ പോലെ ഇങ്ങനെ കുറെ 4 പിള്ളേരുള്ള അത്. എന്നിട്ട് ജോസിന് ഭയങ്കര ഇഷ്ടം അപ്പനാവണമെന്നും ജോസിന് ഭയങ്കര ഇഷ്ടം 4 പിള്ളേർ വേണമെന്നും. ഈ എനിക്കത് ഞങ്ങളെ അറിയാവുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ജോസിന് 4 പിള്ളേരെ വേണം. 4 പിള്ളേരുടെ പേര് അറിയാവുന്ന എല്ലാവർക്കും അറിയാം എന്താണ് 4 പിള്ളേരുടെ പേര്. ഇതുവരെ പിള്ളേരായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഭയങ്കര ആഗ്രഹം പിള്ളേര്. അപ്പം എനിക്കൊന്ന് ആ ഫാമിലി മാൻ ഇമോജി ആയിരിക്കും ജോസിനെ തേർഡ്. ഹൗ വാസ് ഇറ്റ്? നൈസ്, huh? High five. Very good. So it was a success. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പോഡ്കാസ്റ്റ് എന്ന് പറയാം. ഇത് ഞങ്ങൾ രണ്ടുപേരെയും ശരിക്കും ഒരു ഡീപ്പർ ലെവലിൽ അറിയാനായിട്ട് വേണ്ടിയുള്ള ഒരു എപ്പിസോഡായിരുന്നു ഫസ്റ്റ്. സംസാരിക്കാനായിട്ട് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം പോലെ ആക്കാം. ജസ്റ്റ് വെരി കാഷ്വൽ നോർമൽ ടോക്സ്. ഹോപ്പ്ഫുള്ളി
ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ദാറ്റ്സ് ഇറ്റ്. ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡ്. ഇനി കുറേ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ Peace out. How was my first podcast? Very nice. നല്ല ടോപ്പിക്സ് അല്ലായിരുന്നു? നല്ല topics ആണ്. ഇൻട്രൊഡക്ടറി ടോപ്പിക് ആയിട്ട് ഇത് നല്ലല്ലായിരുന്നോ? ഭയങ്കര നല്ലതായിരുന്നു. നല്ലപോലെ പറ, ആക്കി പറയാം. ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഭയങ്കര ഇൻട്രീഗിംഗ് ആയിരുന്നു. ഭയങ്കര ഇംപെക്കബിൾ ആയിരുന്നു. മനസ്സിലാക്കി ഓർക്കണം.